നല്ലത്. അപ്പം ഇന്ന് വൈകുന്നേരം എൻ്റെ കാക്കുറ്റി വന്നിട്ടുണ്ടായിരുന്നു. കാക്കുറ്റി മീൻസ് കാക്കുൻ്റെ വൈഫ്, കുട്ടികളെ ഇവർ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് ഇവർ ഇവിടെ നിൽക്കാൻ കാരണം അപ്പോൾ രാവിലെ കേട്ടോ ഇവർ പോവുക. അപ്പോൾ ഇവർ കൊടുത്ത സാധനം എല്ലാം ഒതുക്കി വെക്കുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ഇവർക്ക് ഞാൻ എന്ത് കൊടുക്കും, ഇവരിതെല്ലാം എനിക്ക് കൊണ്ടുവന്ന് ഇവർക്ക് ഡിന്നറിന് ഞാൻ എന്തുണ്ടാക്കി കൊടുക്കാമെന്ന് ആലോചിക്കലും. അപ്പോഴാണ് ഞാനൊരു സത്യം മനസ്സിലാക്കിയത്. ഡിന്നർ ഉണ്ടാക്കാനുള്ള സാധനമൊക്കെ കാക്കു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മൈദ, ചിക്കൻ ഇതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒതുക്കി വെക്കുമ്പോൾ ഇപ്പുറത്തുനിന്ന് ഒരു ചെമ്പൊക്കെ എടുത്തിട്ട് മൈദ ഒക്കെ കുഴക്കലൊക്കെ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ വേഗം ഉറങ്ങും. അപ്പോൾ പെട്ടെന്നാക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അപ്പുറത്തുനിന്ന് ചിക്കന് മസാല ആക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ചിക്കന് മാറ്റി വെച്ചിട്ട് നാത്തൂന് അപ്പം തന്നെ കറി ആക്കിയിട്ടുണ്ടായിരുന്നു. ചിക്കൻ മസാല ആക്കിയിട്ട് ഓവനിൽ വെക്കാമെന്ന് പറഞ്ഞു. തക്കാളി, പൊട്ടറ്റോ, സവാള ഇതെല്ലാം കട്ട് ചെയ്തിട്ട് നിരത്തി വെച്ച് അതിൻ്റെ മേലെ നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചിക്കൻ ആക്കൂലേ അങ്ങനത്തെ മസാല ഒക്കെ ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ നിരത്തി വെച്ചിട്ട് എന്നോട് പറഞ്ഞു ഇനി ഇത് ഓവനിൽ കൊണ്ടേക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ആക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഓൻ പറഞ്ഞ പോലെ ഞാൻ ചിക്കൻ ഓവനിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത്ര സിമ്പിളായിട്ട് ചിക്കൻ ഇതിലിങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും ഞാൻ ഇപ്പോഴും അറിയണേ. പിന്നെ അപ്പോൾ തന്നെ ഓൻ പറഞ്ഞു ഇനി ചിക്കൻ അവിടെ ആവട്ടെ, അപ്പോൾ തന്നെ നമുക്ക് പൊറോട്ട ആക്കിയെടുക്കാം. അങ്ങനെ പൊറോട്ട നേരത്തെ റോളാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഓൻ പരത്തിത്തൊന്നും എന്നോട് പറഞ്ഞു 2 പാനിലായിട്ട് ചുട്ടെടുത്തു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചുട്ടെടുത്തു. അപ്പോൾ ഇവർ കൊണ്ടുവന്ന സാധനം ഇവരെന്നെ ഉണ്ടാക്കി നമ്മളെല്ലാവരും ഒരുമിച്ച് തിന്നു കേട്ടോ. അപ്പോൾ നാത്തും കറിയാക്കി, കാക്കു പൊറാട്ടയും ചിക്കനും അങ്ങനെ എല്ലാം ആക്കി കേട്ടോ. അപ്പോൾ ഞാനും പൊറാട്ട ചുട്ടെടുത്തു. അങ്ങനത്തെ ഹെൽപ്പൊക്കെ ഞാനും ചെയ്ത് കൊടുത്തു കേട്ടോ. പിന്നെ പെട്ടെന്ന് അതെല്ലാം ആക്കി കുട്ടികൾക്കൊക്കെ കൊടുത്തിട്ടോ. പിന്നെ ഈ ചിക്കൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ ഗ്രില്ല് ചെയ്ത ചിക്കൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് അതിൻ്റെ സവാളയും ടൊമാറ്റോ, പൊട്ടറ്റോ ഇതെല്ലാം ഒന്ന് പേസ്റ്റ് ആക്കി എടുത്തു കേട്ടോ. പേസ്റ്റ് നമ്മൾ സ്ഥലത്തൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ ആക്കി എടുത്തു കേട്ടോ. എന്നിട്ട് അതിൽ നമ്മൾ ഈ ചിക്കൻ ഇട്ട് തിന്നപ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ട് എനിക്കും ഞാൻ നല്ല ടേസ്റ്റ് എന്ന് പറയുക, കാരണം അതിൽ എരിവ് വളരെ കുറവാണ്. അപ്പോൾ എൻ്റെ കാക്കുന് കുറച്ചൊരു മതി, അതുകൊണ്ട് ഓന് മസാല കൂടുതൽ ഇടാൻ സമ്മതിച്ചില്ല കേട്ടോ. അപ്പോൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഞാൻ പറയും, മക്കൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ആ പേസ്റ്റ്. അങ്ങനെ ഞാൻ പേസ്റ്റ് എടുത്തു, കറി എടുത്തു, ചിക്കൻ പൊരിച്ചതെടുത്തു കേട്ടോ. അങ്ങനെ നമ്മൾ 3 എല്ലാം എടുത്തു, പള്ളിയൊക്കെ നിറച്ച് നന്നായി എൻജോയ് ചെയ്ത് കുറേ സമയം വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ടാണ് പിന്നെ നമ്മൾ ലാസ്റ്റ് ഉറങ്ങിയത്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഭയങ്കര ഹാപ്പിയായിരുന്നു.